ഇറാനുമായുള്ള വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ഞെട്ടിച്ച വാർത്തയാണ് ഗസയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഗസ മുനമ്പിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് നേരെ ഹമാസിന്റെ വൻ മിന്നലാക്രമണം നടന്നിരിക്കുകയാണ്. ഹമാസ് ആയുധ വിഭാഗം അൽഗസാം ബ്രിഗേഡ്സ് നടത്തിയ ഒറ്റ ആക്രമണത്തിൽ മാത്രം 7 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസിനെ തുരത്തി മേഖലയുടെ നിയന്ത്രണം സമ്പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രായേൽ ആശ്വസിക്കുമ്പോഴാണ് വൻ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. IDF സൈനികർക്ക് ഖാൻ യൂനിസിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂൺ 24-ന് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട അതേ ദിവസമാണ് ദക്ഷിണ ഗസയിൽ ഹമാസിന്റെ വൻ ഒളി ആക്രമണം നടന്നത്. IDF-ന് കീഴിലുള്ള പൂമ കവചിത ടാങ്ക് ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. 605ാമത് കോംബാറ്റ് എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ സൈനികരെ വഹിച്ചുള്ള ടാങ്ക് വൻ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തൽക്ഷണം തന്നെ സൈനിക വാഹനത്തിലുണ്ടായിരുന്ന 5 പേർ കൊല്ലപ്പെട്ടു. ഗുരുതരാവസ്ഥയിലായിരുന്ന 2 പേർ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. 19, 20, 21 പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടവരെല്ലാം. സംഭവത്തോടെ 605ാമത് കോംബാറ്റ് എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ 188ാമത് ബ്രിഗേഡ് പൂർണ്ണമായും ഇല്ലാതായെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണ വിവരം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ IDF സംഘത്തിന് നേരെയും ആക്രമണം നടന്നതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മറ്റൊരു സൈനികനും അത്ര മാരകമല്ലാത്ത പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ പതിയിരുന്നുള്ള ആക്രമണം അടുത്ത കാലത്തായി ഗസയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലൊരു ഓപ്പറേഷനാണ് ഖാൻ യൂനിസിലും നടന്നത് എന്നാണ് വിവരം. IDF വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ സ്ഫോടക വസ്തു നിറച്ച ബോംബുകൾ സ്ഥാപിച്ചതാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് വൻ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം IDF-ന് വലിയൊരു തിരിച്ചടിയാണെന്ന് ഹാരറ്റ്സും ചൂണ്ടിക്കാട്ടുന്നു. ഗസയിൽ വൻ ദുരന്തമെന്നാണ് ന്യൂസ് 13 ചാനൽ വിശേഷിപ്പിച്ചത്. ഹമാസിനെ പൂർണ്ണമായും തകർത്തു എന്നുള്ള നെതന്യാഹുവിന്റെ അവകാശവാദങ്ങളെ മുഴുവൻ തള്ളുകയാണ് ആക്രമണമെന്ന് യദിയോത്ത് അഹ്റോനോത്തും വിലയിരുത്തി. സംഭവം അപ്രതീക്ഷിതവും ഗുരുതരവുമാണെന്ന് ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്ന് രാജ്യത്ത് മുറവിളികൾ ശക്തമാണ്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സൈനിക നടപടിയിൽ ഭാഗമാകാൻ തങ്ങളെ കിട്ടില്ലെന്ന് വ്യക്തമാക്കി നൂറുകണക്കിന് സൈനികരും രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളിലെല്ലാം ഗസ ഓപ്പറേഷൻ വിരുദ്ധ സന്ദേശങ്ങൾ പരസ്യപ്പെടുത്തി വ്യോമ സൈനികരാണ് ആദ്യം പരസ്യമായി രംഗത്തെത്തിയത്. പിന്നാലെ കരസൈനികരും നാവിക സേനാംഗങ്ങളുമെല്ലാം എതിർസ്വരങ്ങൾ ഉയർത്തി. മറുവശത്ത് ബന്ദിമോചനത്തിനായി ജനകീയ പ്രക്ഷോഭങ്ങൾ കടുക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ നേതൃത്വത്തിൽ തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് സുപ്രധാന നടപടികൾ കൈക്കൊണ്ടു. എല്ലാ അർത്ഥത്തിലും ഇസ്രായേലും നെതന്യാഹു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുകയായിരുന്നു ഇറാനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇറാൻ വിരുദ്ധത ആയുധമാക്കി എല്ലാ പ്രതിഷേധങ്ങളും വഴിതിരിച്ചുവിടാനുള്ള തന്ത്രം. ആ കുടിലതന്ത്രം ആദ്യം വിജയിച്ചെങ്കിലും ഇറാൻ ശക്തമായി തിരിച്ചടിച്ചതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. ഇതോടെ യുദ്ധത്തിൽ നിന്ന് ഊരാനുള്ള പെടാപ്പാടിലായിരുന്നു ഇസ്രായേൽ. അതേസമയം ഖാൻ യൂനിസിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഗസയിൽ വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹമാസിന്റെ പുതിയ നീക്കം ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളുടെ പരാജയമായാണ് ഒരു വിഭാഗം വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ആക്രമണം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ഇറാനിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഗസയിൽ നിന്നും തിരിച്ചടികളുടെ വാർത്തകൾ വരുന്നത് നെതന്യാഹുവിന് വലിയ തലവേദനയാകും. ഹമാസിന്റെ എല്ലാ സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും എല്ലാം തകർത്തുന്ന നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടങ്ങളും ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ പ്രത്യേകിച്ചും താരതമ്യേന ദുർബലരായ ഹമാസ് സംഘത്തെ 2 വർഷത്തോളം നീണ്ട ഓപ്പറേഷനും തളർത്താനായിട്ടില്ലെന്ന വസ്തുത IDF-നെയും നെതന്യാഹുവിനെയും ഒരുപോലെ അലട്ടും.